കഥ നിലവറ. രചന സുരേഷ് പെരിശ്ശേരി. 1. 2035 ജനുവരി 30 വൈകുന്നേരം 5:17 മുൻപ്. 2. 2035 ജനുവരി 30 വൈകുന്നേരം 5:17 ശേഷം. ദേ, ആരോ വാതിലിൽ മുട്ടുന്നു. അർദ്ധരാത്രിയിൽ ഉറക്കത്തിനിടെ ഭാര്യയാണ് വിളിച്ചുണർത്തിയത്. ആരാണ് ഈ പാതിരാവിൽ കോളിംഗ് ബെല്ലടിക്കാതെ വാതിലിൽ മുട്ടുന്നത്? വല്ല കള്ളന്മാരുമാകുമോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും അവൾ കതക് തുറന്നു കഴിഞ്ഞു. ലൈറ്റിടണ്ട, ഞാൻ അറിയുന്നവരാ. മൊബൈൽ വെട്ടത്തിൽ ഞാൻ കണ്ടു. അവർ 2 പേരുണ്ട്, 2 മധ്യവയസ്കർ. അവർ തൊഴുതപ്പോൾ തിരികെ തൊഴുതു. അവൾ വേഗം അവരെയും കൊണ്ട് നടുത്തളത്തിലെ മരക്കോണി കയറി 1-ാം നിലയിലേക്ക് പോയി. വീട്ടിനുള്ളിൽ ഒരു വിളക്കും തെളിച്ചിരുന്നില്ല. എല്ലാം മൊബൈൽ വെട്ടത്തിൽ. ഞാൻ ആകെ പകച്ചു നിൽക്കുകയായിരുന്നു. പുറത്താരുടെയൊക്കെയോ കാൽപ്പെരുമാറ്റങ്ങൾ, പതിഞ്ഞ സ്വരത്തിലുള്ള സംസാരങ്ങൾ. എന്താണ് പ്രശ്നം? ആരൊക്കെയാണ് കയറി വന്നത്? പുറത്താരാണ്? എന്താണ് തനുവിനിതിൽ കാര്യം? എനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റായില്ല, കുറേപ്പേരുടെ ഉച്ചത്തിലുള്ള സംസാരം വെളിയിൽ കേട്ടു. പുറകെ കോളിംഗ് ബെൽ മുഴങ്ങി. അപ്പോഴേക്കും തനു താഴെ വന്നിരുന്നു. കതകു തുറന്നപ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാർ കുങ്കുമക്കുറികളിട്ട് കുറുവടികളുമായി. 2 പേരിങ്ങോട്ട് ഓടിക്കേറി വന്നോ? ഇല്ല. ആരാണ്? തനു വേഗം മുന്നിലേക്ക് വന്നു. എന്നെ കണ്ടപ്പോൾ ആരോ തിരിച്ചറിഞ്ഞു. സാറിൻ്റെ വീടായിരുന്നോ? എടാ, നമ്മുടെ ആളാ, വാ പോകാം. എന്താണ് പ്രശ്നം? ചോദിച്ചതും തനു കൈകളിൽ മൃദുവായി ഞെക്കി. ഞാൻ മിണ്ടാതെ നിന്നു. ജംഗ്ഷനിൽ നമ്മൾ വെച്ചിരുന്ന ഗോഡ്സെയുടെ പ്രതിമ ആരോ തകർത്തു. നേരെ ഇങ്ങോട്ടാണ് ഓടിയത്. കവി ദേശഭൗമിക്ക് കഴിഞ്ഞ ദിവസം കവലയിൽ നിന്ന് ഗാന്ധിയെ സ്തുതിച്ച് കവിത ചൊല്ലിയതാണ്. അവനോ അവൻ്റെ കൂട്ടുകാരോ ആകണം. കതകിന് ഓടാമ്പലിട്ട് തിരിയുമ്പോൾ തനു കൈകളിൽ പിടിച്ചു. ഋഷിയേട്ടൻ ഇഷ്ടമാവില്ലെന്നറിയാം, പക്ഷേ നമ്മളവരെ രക്ഷിച്ചേ മതിയാവൂ. അണ്ടകടാഹം പോലെ കിടക്കുന്ന ഈ കൊട്ടാരം കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരമുണ്ടാകട്ടെ. അവളുടെ വീടാണ്. ഭാഗം വയ്പ് വന്നപ്പോൾ വേഗം വിറ്റൊഴിയാൻ പറ്റുന്ന പട്ടണത്തിലെ സ്വത്തുവകകളിലൊക്കെ അവളുടെ ഏട്ടന്മാർ കൈയടക്കി. പാർക്ക് സ്ട്രീറ്റിലെയും ഗരിയ ഹട്ടിലെയും കടകളും ഫ്ലാറ്റുകളും അടക്കം. ആർക്കും വേണ്ടാത്ത ഇരുണ്ടുകിടക്കുന്ന ജീർണിച്ച തറവാട് കൊട്ടാരം വലിയൊരു കാര്യം പോലെ കുഞ്ഞു പെങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു. അതോ വീട്ടുകാരെ ധിക്കരിച്ച് കീഴാളൻ്റെ കൂടെ പോയതിൻ്റെ ദേഷ്യമോ? ഡയലോഗാണ് രസം. ഉദയകിരൺ പാലസിൻ്റെ പേരും പെരുമയും തനുവിനുള്ളതാണ്. അച്ഛന് നിന്നോടായിരുന്നു കൂടുതൽ സ്നേഹം. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. തനുവിനാണെങ്കിൽ ഇതിനകത്തോട്ട് കയറുന്നതേ പേടിയാണ്. എപ്പോഴും പറയും, പിള്ളേരുണ്ടായിരുന്നപ്പോൾ ഒരനക്കവും ആവിയും ഉണ്ടായിരുന്നു. ആളൊഴിഞ്ഞ് വൃദ്ധർ മാത്രമുള്ള ഒറ്റപ്പെട്ട വീടുകളൊക്കെ ശ്മശാനങ്ങളാണ്. മക്കൾക്കും കെട്ടിക്കേറി വന്ന മരുമക്കൾക്കും കാണുമ്പോഴൊക്കെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. മുകളിലും താഴെയും കൂടി മുറികളെല്ലാം വൃത്തിയാക്കണേൽ 2 ദിവസം വേണം. എന്തിനാണ് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന്. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, തറവാട് വിറ്റ് പണം തന്നേക്കൂ എന്നാണ്. പൗരാണികതയോർത്ത് താൻ ഒരാളാണ് കൊട്ടാരം വിൽക്കാൻ എതിര് നിൽക്കുന്നത്. എടി, ഭരിക്കുന്ന സർക്കാരിനെതിരാകുമ്പോൾ ഇത് രാജ്യദ്രോഹ കുറ്റമാണ്. സംരക്ഷിക്കുന്ന നമ്മളും കുടുങ്ങും. ഏത്? സ്വാതന്ത്ര്യത്തിനു വേണ്ടി മനുഷ്യർ പൊരുതുന്നതോ? ഏട്ടനും അറിയാവുന്നതല്ലേ. പഴയ ചക്രവർത്തി ഭിന്നം ഭേദമായിരുന്നു. അയാൾക്ക് പിള്ളേരില്ലാത്തതിനാൽ സർവ്വസൈന്യാധിപനെ പിടിച്ച് ചക്രവർത്തിയാക്കിയപ്പോഴേ എല്ലാവരും പറഞ്ഞതാ, സ്വാതന്ത്ര്യവും സമാധാനവുമെല്ലാം ഇതോടെ തീർന്നു. തലയില്ലാ കബന്ധങ്ങളുമായി തലതല്ലിക്കരിഞ്ഞ് ഹൂഗ്ലി അലറിപ്പായുന്നത് ഏട്ടനും കാണാറില്ലേ? ഇനിയും എത്ര കുരുതി കാണണം നമ്മൾ. ഏട്ടൻ അവരോടൊന്ന് സംസാരിക്കൂ, അപ്പോഴറിയാം കാര്യങ്ങൾ. മരക്കോവണി കയറുമ്പോൾ തുറന്നു കിടക്കുന്ന ജനാലയിൽ കൂടി ദൂരത്തെവിടെയോ ആകാശത്തിന് തീപിടിക്കുന്നത് കാണാം. ചടുല കിരാതനൃത്തം ചെയ്യുന്ന സ്വർണ്ണജ്വാലകൾ കണ്ട് സങ്കടത്തോടെ അവൾ പറഞ്ഞു. ചെവികൾ വട്ടം പിടിക്കൂ, മനുഷ്യർ കരയുന്നത് കേൾക്കാം. മൂക്കുകൾ തുറന്ന് മണം പിടിക്കൂ, വീടുകൾക്കൊപ്പം കത്തിക്കരിയുന്ന മനുഷ്യവംശത്തിൻ്റെ മണമറിയാം. ഏകാധിപതിയുടെ വംശവെറിയുടെ നേർചിത്രമാണത്. വിശ്വാസം വരാതെ ഞാൻ അവളെ നോക്കി. ആദ്യമായാണ് അവൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. ബസുവിൻ്റെ ആർട്ട് ഗ്യാലറിയും കാളിഘട്ടും ദക്ഷിണേശ്വരും വീടുമായി ഇതുവരെ ഒതുങ്ങിക്കൂടിയവൾ. എൻ്റെ നേതാവിനെയാണവൾ കുറ്റപ്പെടുത്തുന്നത്. ഇടി, ഏകാധിപതികൾ എക്കാലവും ഉണ്ടായിരുന്നു. എല്ലാ പാർട്ടികളിലും, എല്ലാത്തരം ഭരണ സിസ്റ്റങ്ങളിലും, എല്ലാ മതാധിപത്യ രാജ്യങ്ങളിലും. സൗദി അറേബ്യ, മൊറോക്കോ തുടങ്ങി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും, ബലാറസ്, എറിട്രിയ തുടങ്ങി ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിലും ഏകാധിപതികളല്ലേ ഭരിക്കുന്നത്. ഇത്തരക്കാരില്ലാതിരുന്ന ഏതെങ്കിലും രാജ്യമുണ്ടോ? അവരുടെയൊക്കെ ക്രൂരതകളുടെ ചരിത്രം നമ്മൾ ഏറെ കേട്ടിട്ടുണ്ടല്ലോ.
അത് സത്യം. എന്നാൽ ഏകാധിപതി ഹിറ്റ്ലറിനെ പോലെ വംശവെറി കാട്ടിയാലോ? എതിർക്കട്ടെ? തിരിച്ചടിക്കണ്ടേ? ദിവസങ്ങളായി തൂക്കാതെയും തുടക്കാതെയും വൃത്തിഹീനമായി കിടക്കുന്ന വിശാലമായ ഹാളിന്റെ ഒരു മൂലയിൽ മൊബൈലുകൾ പോലും തുറക്കാതെ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു അവർ. ഒരു ഓടിന്റെ ദീർഘചതുരത്തിൽ നിലാവ് വന്നെത്തി നോക്കുമ്പോൾ കണ്ടു. കൃശഗാത്രരും ദുർബലരുമായ രണ്ടുപേർ. അവരുടെ കണ്ണുകളിൽ ഭയത്തിന്റെ ലാഞ്ചനകളൊന്നുമില്ല, എന്നാൽ പകപ്പുണ്ട്. മുടി മുഴുവൻ നരച്ചയാൾ പറഞ്ഞു, "ഞാൻ പ്രൊഫസർ ജിതേന്ദ്ര ദയാൽ, ചരിത്രം പഠിച്ചവൻ. ചരിത്രം തിരുത്തിയെഴുതുന്നതിന് കൂട്ടുനിൽക്കാനാവില്ല. അതാണ് തെറ്റ്. ജോലി പോയി. എന്റെ ചരിത്രങ്ങളെല്ലാം അവർ മാറ്റിയെഴുതി. ഇപ്പോൾ തിരിച്ചറിയൽ കാർഡോ വോട്ടേഴ്സ് ഐഡിയോ ഒന്നുമില്ലാത്ത ഒരു പരദേശി, നാട് കടത്തപ്പെടേണ്ടവൻ. എനിക്കൊരുത്തനെയും പേടിയില്ല. ഞാനിനിയും തെരുവുകളിൽ പാടും. പറ്റുമെങ്കിൽ പകൽ വെളിച്ചത്തിൽ അവരെന്നോട് യുദ്ധം ചെയ്യട്ടെ. ഇതൊരുമാതിരി ഇരുട്ടിന്റെ മറവിൽ ആളറിയാതിരിക്കാൻ അത് വേണ്ട." കവി ദേശഭൗമികിനെ എനിക്ക് വേഗം മനസ്സിലായി. അലഞ്ഞു തിരിയുന്ന ഒറ്റയാനായ നിഷേധി. വീടും കുടിയും കുടുംബഭാരങ്ങളുമില്ലാത്തവൻ. പാടിയും കുടിച്ചും പാതവക്കിൽ കിടന്നും ബോധത്തിന്റെ ഭാരമില്ലാതെ ജീവിച്ച് ജീവിതത്തെ വെല്ലുവിളിക്കുന്നവൻ. വസ്ത്രങ്ങളുടെ ഭാരത്തിൽ നിന്നുപോലും മോചനം കൊതിക്കുന്നവൻ. സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നവൻ. സത്യാന്വേഷി. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ. താനങ്ങനെയല്ലല്ലോ. ഇതിനിടയിൽ 2 മുറികളിലായി കിടക്കകൾ ഒരുക്കി തനു വന്നു. "ഇനി കിടന്നാട്ടെ. നല്ല ക്ഷീണം കാണും. രാവിലെ സംസാരിക്കാം. ലൈറ്റ് ഇടണ്ട. മൊബൈൽ വെട്ടം മതി." കിടക്കയിൽ നെഞ്ചിലെ രോമക്കാടുകൾ മൃദുവായി തടവി തെരിപ്പിടിപ്പിച്ചുകൊണ്ടവൾ പറഞ്ഞു, "പഠിപ്പിക്കുന്ന കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കോളേജിൽ നിന്നും പുറത്താക്കി. മാർക്സ് സ്കാൻഡൽ പറഞ്ഞു മകനെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഡീബാർ ചെയ്തു. ഒരു ദിവസം ബസ്സിറങ്ങി ഓഫീസിലേക്ക് നടന്ന ഭാര്യ കാറിടിച്ചു മരിച്ചു. ഇവിടെ ജനിച്ചു വളർന്ന അയാളുടെയും പിതാമഹന്മാരുടെയും സകല രേഖകളും നശിപ്പിച്ചു. അവർ ബംഗ്ലാദേശികളാണത്രേ. എത്ര ക്രൂരമാണിതെല്ലാം. ഏട്ടൻ പേടിക്കണ്ട. രക്ഷപ്പെടാൻ ഒരു വഴിയൊരുക്കി കൊടുത്താൽ മതി. 1-2 ദിവസത്തിനുള്ളിൽ അവർ പൊയ്ക്കോളും." "ഞാനോ? ഞാനെന്തു ചെയ്യാനാണ്?" "ഏട്ടൻ്റെ കൂട്ടരാണ് കുറുവടിക്കാർ. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പ്രൊഫസറുടെ കുടുംബചരിത്രം തിരിച്ചു പിടിക്കണം. രാത്രികളിൽ ഒളിക്കാൻ ഭൗമിക്കിനൊരു താവളം. പകലൊരുത്തനും അയാളെ തൊടില്ല." സ്കൂട്ടറുമായി കവലയിലോട്ട് പോയി. എന്തൊക്കെയാണ് പുറത്തെ സംസാരങ്ങളെന്നറിയണമല്ലോ. കൂട്ടത്തിൽ കുറച്ച് പൂക്കളും വാങ്ങണം. ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഓഫീസിൽ ലക്ഷ്മി പൂജയുണ്ട്. മിക്ക ഓഫീസുകളിലും ഇത്തരം പൂജകൾ തുടങ്ങിക്കഴിഞ്ഞു. ലക്ഷ്മി പൂജയാണ് കൂടുതലും. ചിലയിടത്ത് ഗണപതിയാണ് പ്രധാനം. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ സരസ്വതി പൂജ നിർബന്ധമാണ്. എല്ലാം നല്ല കാര്യങ്ങളല്ലേ. ചിലവന്മാർക്കിതൊന്നും പിടിക്കുന്നില്ല. ആര് ഗൗനിക്കുന്നു? ഉച്ചഭാഷിണികളിൽ ലക്ഷ്മണചരിത പാരായണവും ദേവീസ്തുതികളും മുഴങ്ങുന്ന തെരുവുകൾ. ചന്ദനക്കുറികളിട്ട പൂജാരികൾ സ്കൂട്ടറുകളിൽ തിരക്കിട്ടു പായുന്നു. കവലയിലോട്ട് തിരിയുന്ന വളവിൽ ഗൗതം ചാറ്റർജിയുടെ വീടിന് മുൻപിൽ ആൾക്കൂട്ടം കണ്ടു. നിർത്തി. കടിഞ്ഞൂൽ പെറ്റ ആടിന്റെ അജമാതാ പൂജയാണ്. കുനിഞ്ഞു അജമാതാവിന് കുറി തൊട്ടു. കൈകൂപ്പി തൊഴുതു. ലക്ഷ്മണക്ഷേത്രത്തിന്റെ പണി നടക്കുന്ന തെരുവിൽ പൂക്കൾക്ക് വിലക്കുറവാണ്. മുൻപ് മാലയിലെ മുത്തെണ്ണി പ്രാർത്ഥിക്കുന്ന വെള്ളവസ്ത്രധാരികളുടെ ദേവാലയമിരുന്ന സ്ഥലമാണത്. കാര്യമൊന്നുമില്ലാതെ ചുറ്റുവട്ടത്തുള്ള വെള്ളവസ്ത്രധാരികളെയൊക്കെ സ്വത്തുക്കൾ വിറ്റിട്ട് അവരുടെ കൂട്ടർ തിങ്ങിപ്പാർക്കുന്ന തിമോത്തിയിലേക്ക് പലായനം ചെയ്തതോടെയാണ് അവിടെ ലക്ഷ്മണക്ഷേത്രം പണിയുന്നത്. പൊളിച്ച പ്രാർത്ഥനാലയം പുരാതന കാലത്ത് ദേവാലയമായിരുന്നു എന്നതിന് തെളിവുകൾ കിട്ടിയത്രേ. കൂടാതെ അതിന്റെ മുൻപിലുള്ള കൊടിമരം ക്ഷേത്രങ്ങളിലുള്ളതിന് സമാനമാണ് പോലും. കൊടിമരത്തിലെ പറകളുടെ എണ്ണവും അളവുകളും കീറുകൃത്യം. സ്വാതന്ത്ര്യത്തിന്റെ 88ാം വാർഷികത്തിൽ, അതായത് ഈ വർഷാവസാനം 2035 തന്നെ എല്ലാ നഗരങ്ങളിലും കുറഞ്ഞതൊരു ലക്ഷ്മണക്ഷേത്രമാണ് ചക്രവർത്തിയുടെ സ്വപ്നം. മുടിയും മീശയും വടിച്ചു കളഞ്ഞ് താടി മാത്രമുള്ള ഒരു യുവാവിനെ പോലീസ് കയ്യാമം വെച്ച് തെരുവിൽ കൂടി നടത്തിക്കൊണ്ടു പോകുന്നത് കണ്ടു. അയാൾ കൈകൾ കുപ്പി എല്ലാവരോടും ദയയ്ക്കു വേണ്ടി യാചിച്ചു കരയുന്നുണ്ട്. കൂടെ കൂക്കി വിളിച്ച് അകമ്പടിയായി പോകുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ. അവർ അയാളുടെ കരച്ചിലുകൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. ഓരോ കരച്ചിലിനും അവരയാളെ ഇടിച്ചും കമ്പുകളിട്ട് കുത്തിയും ആർപ്പു വിളിക്കുന്നുണ്ട്. അവർക്കിത്തിരി പിന്നാലെയായി കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കരഞ്ഞുകൂകി ഒരു സ്ത്രീ ഓടി വരുന്നുണ്ട്. അതയാളുടെ ഭാര്യയാകണം. അതുകൂടി കണ്ട് ചെറുപ്പക്കാർക്ക് ആവേശം കൂടി. ആക്രമണം കൊഴുത്തു. പോലീസിന് വണ്ടിയില്ലാഞ്ഞിട്ടല്ല. രാജ്യദ്രോഹികളുടെ ഇത്തരം അറസ്റ്റുകളിൽ പ്രതികളെ തെരുവുകളിൽ കൂടി നടത്തിക്കൊണ്ടുപോയാൽ രണ്ടാണ് ഗുണം.
ആളുകളെ ഭയപ്പെടുത്താം. പിന്നെ ഗുഡ് സർവീസ് എൻട്രി കിട്ടും. ചക്രവർത്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞും കണ്ടും പ്രവർത്തിക്കുന്നവരെ പരിഗണിക്കാൻ വാർഡ് തലങ്ങൾ വരെ ദേശസ്നേഹി സേവകരെ വച്ചിട്ടുണ്ട്. പവർക്കർ വായനശാലയോട് ചേർന്നുള്ള കൃഷ്ണ ഫ്ലവേഴ്സിന് മുമ്പിൽ സ്കൂട്ടർ നിർത്തി. പൂജയ്ക്കുള്ള പൂക്കളും ചന്ദന ഗുളികകളും ഒരു പെട്ടി നല്ല സിന്ദൂരവും വാങ്ങി. തനിക്കുള്ള നെറ്റികുറിക്ക് തന്നെ മാസം ഇപ്പോൾ എങ്ങനെയായാലും 2 പെട്ടി സിന്ദൂരം വേണ്ടിവരും. ഒരു കണക്കിന് ഈ ബുദ്ധി തോന്നിയതാണ് തനിക്ക് രക്ഷയായത്. ഘോഷാൽ ദാദാ, എന്തിനാണ് പോലീസ് അയാളെ പൊക്കിയത്? അപ്പൊ സാറൊന്നും അറിഞ്ഞില്ലേ? സുരക്ഷാ കാരണങ്ങളാലും തീവ്രവാദി പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിനും വേണ്ടി പൊതുസ്ഥലങ്ങളിൽ തട്ടമിടുന്നത് ഇന്നലെ മുതൽ ചക്രവർത്തി നിരോധിച്ചല്ലോ. അതിന്റെ പ്രതിഷേധം കനക്കാതിരിക്കാൻ വേണ്ടിയാകണം. മിക്കവാറും നേതാക്കന്മാരെയൊക്കെ ഇന്നലെ തന്നെ പോലീസ് പൊക്കി. അത് നന്നായി. എത്രയോ ഇടത്ത് ഇവരുടെ കൂട്ടർ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്നില്ലേ? ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ കുട്ടികൾ പാടില്ലെന്നും പങ്ക നദിയിൽ വിശ്വാസികളല്ലാത്തവർ ഇറങ്ങരുതെന്നും നിയമം കൊണ്ടുവന്നപ്പോഴും ഇക്കൂട്ടരൊക്കെ പ്രശ്നമുണ്ടാക്കിയതല്ലേ? അതാണ്. ഇരിക്കട്ടെ, ഗോഡ്സെ പ്രതിമയുടെ തലയെടുത്തവരെ പിടിച്ചോ? ഇല്ല സാറേ, ഒന്നും കേട്ടില്ല. അതിപ്പോ ഏത് പാർട്ടിക്കാര് വേണമെങ്കിലും ആകാലോ. ചക്രവർത്തിയുടെ പോലീസ് പൊക്കിക്കോളും. അവർക്കിപ്പോൾ ഏത് നാട്ടുരാജ്യങ്ങളിൽ കയറിയും ആരെ വേണേലും അറസ്റ്റ് ചെയ്യാം. ഒരു കണക്കിന് പിടിക്കും PBIക്കുമൊക്കെ പരമാധികാരം കൊടുത്തത് നല്ലതാ. അല്ലെങ്കിൽ നാട്ടുരാജ്യക്കാർ ഒന്നും ചെയ്യില്ല. എല്ലാവനും ഇപ്പോഴിത്തിരി പേടിയൊക്കെയുണ്ട്. ഇനി കോടതികളെ കൂടി ഒതുക്കണം. പൂക്കൂടയുമായി തിരികെ വിട്ടു. ഇനി ചെന്നിട്ട് വേണം ഇന്നലെ വന്നു കയറിയ മാരണങ്ങളെ എങ്ങനെയെങ്കിലും ഇറക്കി വിടേണ്ടത്. തനുവിനെന്തു പറ്റിയോ ആവോ? അവര് വല്ലതും അറിഞ്ഞാൽ തല പോകും. സത്യത്തിൽ എനിക്കൊരു രാഷ്ട്രീയവുമില്ല. നമുക്ക് സമാധാനമായി ജീവിക്കണം, അത്രയേ ഉള്ളൂ. വരുന്ന വഴിയിൽ തരുൺ ഘോഷിന്റെ വീടിനു മുൻപിൽ വണ്ടി നിർത്തി. കുറുവടി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. നാട്ടുരാജ്യ സെക്രട്ടറിയും. അതുകൊണ്ട് വീട്ടിലും ഓഫീസിലും എപ്പോഴും ആൾത്തിരക്കാണ്. ഇപ്പോഴും മുറ്റം നിറയെ ആൾക്കാരുണ്ട്. പ്രതിമയുടെ തല തകർത്തതിനെതിരെ രാവിലെ നിയമസഭാ മാർച്ചുണ്ട്. വൈകിട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവുമുണ്ട്. ഇടയിൽ കൂടിപ്പോയി മുഖം കാണിച്ച് വിഷ് ചെയ്തു. ഇടയ്ക്കിടെ ഇത്തരം ചടങ്ങുകൾ സമാധാന ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതൊക്കെ പറഞ്ഞ തനു കളിയാക്കും. അവൾക്കിതൊന്നും അറിയില്ല. താൻ ഇങ്ങനെയൊക്കെ പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് സമാധാനമായി ജീവിക്കുന്നതെന്ന് ആ മണ്ടിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുമാത്രമോ, ചക്രവർത്തി കൊട്ടാരത്തിനരികെ കിടക്കുന്ന ഇളയമോനും കുടുംബവും സമാധാനമായി അവിടെ ജീവിക്കുന്നതും ബാക്കിയുള്ളവൻ്റെ ഇവിടുത്തെ ബന്ധങ്ങൾ കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത്? മോനറിയാം. ഇവൾക്ക് മാത്രം തലയിൽ കയറിയില്ല. മണക്കൂസ്. ഒരു കണക്കിന് മൂത്തവന് ലണ്ടനിൽ പോലും പ്രശ്നമില്ലാത്തത് എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടാണ്. പോയിട്ട് എന്താണ് വൈകിയതെന്ന് ചോദിച്ച് വികിളി പിടിച്ചു നിൽക്കുകയായിരുന്നു അവൾ. ഞാൻ ഇറങ്ങിയതും തലേന്ന് കവിയെ തിരക്കിയവർ വീണ്ടും വന്നുപോൽ. സാറില്ല, ഇത്തിരി കഴിഞ്ഞു വരാൻ പറഞ്ഞത് കേട്ട് പോയിരിക്കുകയാണവർ. ഏട്ടാ, അവര് ഇനിയും വരും. അകത്ത് കയറി പരിശോധിക്കാനാകും പ്ലാൻ. നമ്മൾ എന്തോ ചെയ്യും? ഇറക്കി വിട്ടാലോ? ദുഷ്ടത്തരം പറയല്ലേ. എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കേ. എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. അത് കൊള്ളാമല്ലോ. ഇന്ന് ലീവ് എടുക്കൂ. ആരെയെങ്കിലും കണ്ട് പ്രൊഫസറുടെ റെക്കോർഡുകൾ ശരിയാക്ക്. അവർ തിരിമറി കാട്ടിയത് പഞ്ചായത്തിലെ രജിസ്റ്ററിലാകും. ശ്രദ്ധിക്കാതെ ഒരുങ്ങാൻ തുടങ്ങി. തനു വന്ന് കഴുത്തിൽ തൂങ്ങി. ഏട്ടാ പ്ലീസ്. പണ്ടേ സോപ്പിടാൻ അവൾ മിടുക്കിയാണ്. നീ അവർക്ക് ആഹാരം വല്ലതും കൊടുത്തോ? പിന്നെ ആലു പൊറാട്ടയും മിന്റ് ചട്നിയും സന്ദേശവും ചായയും. ഏട്ടാ ചീത്ത പറയില്ലേ. രാവിലെ മണിക് ദാദ കാറിലൊളിപ്പിച്ച് 2 പേരെ കൂടി കൊണ്ടുവന്നു. ഒരു സ്ത്രീയും കോളേജിൽ പഠിക്കുന്ന കൊച്ചനും. ഇവിടെ ആകുമ്പോൾ ആരും സംശയിക്കില്ലെന്ന്. 2 ദിവസം കഴിഞ്ഞ് ദാദ തന്നെ അവരെ തിരികെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ഉറപ്പു പറഞ്ഞു. എന്തൊരു മാരണമാടി ഇത്. നിനക്കെന്തിൻ്റെ കേടാ? എന്തൊരന്യായമാ അവരോട് ചെയ്തതെന്നറിയാമോ? കന്യാസ്ത്രീയായിരുന്നു മലയാളി സിസ്റ്റർ മേരി. അവരുടെ ബ്ലൂ ഫിലിം നെറ്റിലിട്ട് മോർഫ് ചെയ്തതാണ്. സഭയിൽ സമ്മർദ്ദങ്ങൾ കൊടുത്ത് അവരെ സഭയിൽ നിന്നും പുറത്താക്കി. അവർ കേസ് കൊടുത്തിട്ടുണ്ട്. കാര്യമൊന്നുമില്ല. അന്വേഷണം എല്ലാം ഒരു പ്രഹസനം. അവരുടെ അപ്പനാണ് കേസുമായി നടക്കുന്നത്. അതുകൊണ്ട് വഴിയിലിട്ട് അയാളുടെ കാലും തല്ലിയൊടിച്ചു. രാജ്യത്ത് പ്രശ്നമുള്ളവരെയെല്ലാം നീ ഏറ്റെടുക്കുകയാണോ? വെളിയിൽ കണ്ടാൽ മറ്റവർ കൊല്ലും. പാവങ്ങൾ. കോളേജ് പയ്യൻ അവർക്കെതിരെ പ്രസംഗിച്ചു. യൂട്യൂബ് വീഡിയോ ചെയ്തു. അതൊക്കെയാണ് കാരണങ്ങൾ. അവനെ മയക്കുമരുന്ന് കേസിൽ കുടുക്കി. അമ്മയെ സ്കൂളിൽ നിന്നും എന്തോ കാരണം പറഞ്ഞ് പിരിച്ചുവിട്ടു. അച്ഛനില്ലാത്ത പിള്ളേരാണ്. ഇളയത് 2 പെൺപിള്ളേർ. അവരെങ്ങനെ ഇനി ജീവിക്കും? പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചെറുസെറ്റ് വീണ്ടും വന്നു. ദാദാ, അവരിന്നലെ ഇങ്ങോട്ടാണ് ഓടിക്കയറിയത്. ആളനക്കമില്ലാത്ത മുറികളുള്ള വീടല്ലേ. അവന്മാർ എവിടെയെങ്കിലും നിങ്ങളറിയാതെ ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ? അങ്ങനെ ഇവിടെ ആർക്കും കയറാൻ പറ്റില്ല. എന്നാലും ഞങ്ങളൊന്ന് കയറി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞവർ ഇടിച്ചു കയറി. എൻ്റെ മുട്ടിടിക്കാൻ തുടങ്ങി. ശരി,
കയറി നോക്കിക്കോളൂ, തനു കൂളായി പറഞ്ഞു. താഴെ ഓരോ മുറികളിലായി അവർ കയറി നോക്കിയപ്പോൾ ഞാനും കൂടെ പോയി. അവർ മുകളിൽ ചെന്ന് എല്ലാവരെയും പിടിക്കും. ആഹാരം കൊടുത്ത പാത്രങ്ങളൊക്കെ കാണുന്നതോടെ എൻ്റെ മൂടുപടം അഴിയും. ഞങ്ങളുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനമായി എന്നെനിക്ക് ഉറപ്പായി. താഴത്തെ മുറികൾ കഴിഞ്ഞപ്പോൾ തനു അവരെ വിളിച്ചു. ഇനി മുകളിൽ കൂടി നോക്കാം. അവൾ മുൻപേ നടന്നു. ഞാൻ തളർന്ന് സെറ്റിയിലിരുന്നു. നിങ്ങൾ നോക്കിയിട്ട് വാ, പൊടിയടിച്ചാൽ എനിക്ക് പറ്റില്ല. മുകളിൽ പോയവർ തിരികെ വന്നു. സോറി പറഞ്ഞിട്ട് പോയി. അവൾ ഊറിച്ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് വിശ്വസിക്കാനായില്ല. അവൾ അവരെ നേരത്തെ ഇറക്കിവിട്ടു കാണണം. അവർ പോയതും ഞാൻ ചോദിച്ചു, അവരെന്തിയടി? നിലവറയിൽ. അവന്മാർ താഴെ തപ്പിയ നേരം കൊണ്ട് ഞാൻ അവരെ മാറ്റി. എടി, അവർ ശ്വാസം മുട്ടി ചത്തുപോകും. വേഗം പോയി തുറക്ക്. വർഷം എത്രയായത് തുറന്നിട്ട്? അകത്തു വല്ല വിഷവാതകവും ഉണ്ടോന്ന് ആർക്കറിയാം? മുകളിൽ 4-5 മുറികളിൽ കയറി പൊടിയടിച്ചപ്പോഴേ അവന്മാർക്ക് മതിയായി. നിലവറ വാതിലിനു മുകളിൽ പഴയ ആ കാർപ്പറ്റ് ഇട്ടിരുന്നതുകൊണ്ട് അവന്മാർ അതിൻ്റെ കാര്യം അറിഞ്ഞതേയില്ല. ഒരുത്തൻ ചോദിച്ചു, നിലവറയുണ്ടോ? ഞാൻ പറഞ്ഞു, അന്നത്തെ കാരണവർക്ക് നിലവറ പേടിയായിരുന്നു, അതുകൊണ്ട് പണിഞ്ഞില്ല. പെട്ടെന്ന് എനിക്ക് കല്യാണം കഴിച്ചു വന്ന ഇടയ്ക്ക് നിലവറ കാട്ടാൻ തനു കൂടെ വന്നതും നിലവറയുടെ ചരിത്രം പറഞ്ഞു തന്നതും ഓർമ്മ വന്നു. അതിനുള്ളിൽ 10 അടി താഴ്ചയിൽ ഒരു തുരങ്കമുണ്ട്. ശത്രുക്കൾ വല്ലതും ആക്രമിച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി അന്നത്തെ കാരണവർ നിർമ്മിച്ചതാണ്. അതിനകത്തുനിന്ന് മാത്രം തുറക്കാവുന്ന ഒരു ചെറിയ കിളിവാതിലുണ്ട്. ആരെങ്കിലും അത് തുറന്ന് തുരങ്കത്തിൽ ഇറങ്ങിയാൽ തിരിച്ചു കയറാൻ പറ്റില്ല. നേരെ പോയാൽ പുരയിടത്തിൻ്റെ പുറകിലെവിടെയോ അത് തുറക്കും. അവിടെ നൂർന്നു നിൽക്കാൻ പാകത്തിലൊരു കുഴിയുണ്ട്. അവിടെ മുകളിലേക്കുള്ള വാതിലിൻ്റെ പൂട്ട് തുറന്ന് പുറത്തു വരാം. അവിടെ നിന്ന് 4 പർലോങ് നടന്നാൽ ഹൂഗ്ലിയാണ്. വള്ളത്തിൽ കയറി തുഴഞ്ഞ് രക്ഷപ്പെടാം. തുരങ്കവാതിൽ തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുഴിയിൽ ചത്തൊടുങ്ങും. മുകളിലേക്കുള്ള വാതിൽ മണ്ണിട്ട് മൂടി ഒളിപ്പിച്ചിരിക്കുകയാണ്. കാരണവർ മരിച്ചതോടെ എവിടെയാണ് പുറത്തേക്കുള്ള വാതിൽ എന്നുപോലും ആർക്കും അറിയില്ല. പോകെ പോകെ എല്ലാവർക്കും അതിലുള്ള താല്പര്യമൊക്കെ പോയി. കാരണവർ പക്ഷെ നിലവറ ഉപയോഗിച്ചത് കൊലയറയായിട്ടാണ്. വിരോധമുള്ളവരെ പിടിച്ച് അകത്തിടും. രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലവർ തുരങ്കവാതിൽ തുറന്ന് ഇഴയും. പുറകിലെ പറമ്പിലേക്ക് പോകുന്ന കാരണവർ കൂട് പൊട്ടിക്കാനുള്ള മണ്ണിൻ്റെ കീഴിലെ തട്ടുകൾ മുറുക്കുമ്പോൾ അതിനു മുകളിൽ കയറിയിരുന്ന് വീക്കുചെണ്ട കൊട്ടി താളം പിടിക്കും. സുന്ദരികളായ പല ദളിത് പെൺകുട്ടികളുടെയും ഭർത്താക്കന്മാർ അക്കാലങ്ങളിൽ അപ്രത്യക്ഷരാകാറുണ്ടായിരുന്നു. അതു പറഞ്ഞു തനു അന്ന് ഏറെ നേരം കരഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നിലവറ തുറന്നിട്ട് തനു വന്നപ്പോൾ കൂടെ കവി ദേശഭൗമിക്കും ഉണ്ടായിരുന്നു. അയാളുടെ വേഷം മുഷിഞ്ഞു നരച്ചൊരു കാവ്യമുണ്ടും പോക്കറ്റ് കീറിയൊരു അരക്കയ്യൻ ഷർട്ടുമായിരുന്നു. കഴുത്തിലൊരു തുളസിമാലയും. ഞാൻ പോവുകയാണ്, വൈകിട്ട് വന്നില്ലേൽ ചത്തെന്ന് കരുതിക്കോ. അങ്ങയുടെ രാഷ്ട്രീയവും വേഷവും തമ്മിൽ ചേർച്ചയില്ലല്ലോ. എൻ്റെ രാഷ്ട്രീയം വിശപ്പാണ്, അതാണ് എൻ്റെ കവിതകളും. വേഷം ആരൊക്കെയോ തന്നത്. ഒരു നന്ദി പോലും പറയാതെ അയാൾ ഇറങ്ങിപ്പോയി. പൂക്കൾ ഓഫീസിൽ കൊടുത്ത് ലീവ് പറഞ്ഞിട്ട് ഞാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോയി. മുത്തണ്ണി പ്രാർത്ഥിക്കുന്ന വെള്ളവസ്ത്രധാരികളുടെ ഒരു കൂട്ടം ആളുകൾ അവിടെ പരാതിയുമായി നിന്നിരുന്നു. ഒക്കത്ത് കൈക്കുഞ്ഞുങ്ങളുമായി 2 അമ്മമാരും ഒരു സ്ത്രീ നെഞ്ചെടുത്തടിച്ച് അലമുറയിട്ട് കരയുന്നുണ്ട്. അവരുടെ ഭർത്താവിനെ തലേരാത്രി മുഖം മൂടിയിട്ട കുറേ പേർ വീട്ടിൽ നിന്നും വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ചത്രേ. തല പൊട്ടി 10 തുന്നലുകളുമായി അയാളിപ്പോൾ വിദ്യാസാഗർ ജനറൽ ഹോസ്പിറ്റലിൽ ICUവിലാണ്. എന്തായാലും പിറന്നു വീണ ഇടം വിട്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല സാറേ, രക്ഷിക്കണം. ആ സ്ത്രീ പ്രസിഡന്റിന്റെ മുൻപിൽ തൊഴുകൈകളോടെ നിന്നു. അതൊക്കെ പോലീസിന്റെ കാര്യങ്ങളാണ്, നിങ്ങൾ അവിടെ പറയൂ. അവർ സഹായിക്കില്ല സാറേ, പേടിച്ചിട്ടാ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? പ്രസിഡന്റ് ഒഴിഞ്ഞു. എന്നെ കണ്ടതും അയാൾ അരികിലേക്ക് വന്നു. അടുത്ത സുഹൃത്താണ്. ഒന്നും നടക്കില്ല, വലിയ ടീമുകളാണ് പുറകിൽ, വേഗം സ്ഥലം വിട്ടോ. വംശശുദ്ധിയുടെ വെറി തലയിൽ കയറി ഭ്രാന്ത് പിടിച്ചവർക്ക് വഴിയിലെ എത്ര വലിയ മാർഗതടസ്സങ്ങളും ഒരു പ്രശ്നമേ അല്ലെന്ന് ബോധ്യമായി. പ്രൊഫസർ രാവിലെ രോഷം കൊണ്ടത് മനസ്സിൽ കടുന്തുടി കൊട്ടി. വേട്ടമൃഗങ്ങൾ എന്താണ് ചെയ്യുക? കൂട്ടത്തിനെ ഭയപ്പെടുത്തി ഓടിച്ച് ചിതറിപ്പിക്കും. ഇരയെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് എത്തിക്കും. പിന്നെയാണ് വേട്ട. അത് കൂട്ടമറിയില്ല, ആരും അറിയില്ല. അതുപോലെയാണ് ഇവരുടെ വേട്ട. പിന്നെ ഭയപ്പെടുത്താൻ ഏറ്റവും നല്ലത് ആ വർഗത്തിൻ്റെ ആരാധനാലയം തകർക്കുകയാണ്. അതോടുകൂടി അക്കൂട്ടർ ഓരോന്നായി അവിടെ നിന്ന് പലായനം ചെയ്തുകൊള്ളും. എതിർത്തു നിൽക്കുന്നവനും അവസാനം വഴിപ്പെടും. ദുർബലന്റെ ചെറുത്തുനിൽപ്പിൻ്റെ, ജീവന് വേണ്ടിയുള്ള പലായനത്തിൻ്റെ പേരാണ് ചരിത്രം. ഗോഡ്സെ പ്രതിമയുടെ തലയെടുത്തവർക്കെതിരെ വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി 2-3 ചെറുജാഥകൾ കടന്നുപോയി. നഗരവീഥികളുടെ വശങ്ങളിലൊക്കെ പല ദേശങ്ങളിൽ നിന്നും വന്നവരുടെ ബസ്സുകളും ടെമ്പോകളുമൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആളുകൾ കുറവാണെങ്കിലും പങ്കെടുക്കുന്നവരെല്ലാം യുദ്ധത്തിനിറങ്ങിയ പടയാളികളെപ്പോലെ വളരെ ശൗര്യം കാട്ടിയാണ് കടന്നുപോയത്.
പലരും ഗാന്ധിജിക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് കേൾക്കാമായിരുന്നു. ചില നേതാക്കളെ വിലക്കുന്നതും കണ്ടു. ആരോടാണ് യുദ്ധം എന്നതിൽ മാത്രമേ എനിക്ക് സംശയമുണ്ടായിരുന്നുള്ളൂ. നിയമസഭാ മാർച്ചിനു ശേഷം വൈകുന്നേരത്തെ പ്രകടനവും കഴിഞ്ഞേ ഇവരെല്ലാം തിരിച്ചു പോകൂ. എല്ലാറ്റിനും നേതൃത്വം കൊടുക്കുന്നത് നാട്ടുരാജ്യ സെക്രട്ടറി തരുൺ ഘോഷാണ്. അദ്ദേഹം തുറന്ന ജീപ്പിൽ കടന്നുപോയപ്പോൾ ഞാൻ കൈവീശി കാട്ടി. അദ്ദേഹവും തിരികെ കൈകൾ വീശിയപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ജാതിമത ചേരിതിരിവുകൾക്കെതിരെ പ്രതികരിക്കുന്ന പാർട്ടിക്കാർ അവിടെയും ഇവിടെയും കൂടി നിൽപ്പുണ്ടായിരുന്നു. രണ്ടു കൂട്ടരുമായി നഗരത്തിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു. നഷ്ടമെപ്പോഴും സാധാരണക്കാർക്കാണല്ലോ. ഞാൻ ഒളിവിലിരിക്കുന്നവരുമായി വലിയ സൗഹൃദം കാട്ടിയില്ല. വേണ്ടാത്ത പണിയെന്തിന്? ഞാൻ വിചാരിച്ചാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. എല്ലാറ്റിനും പിന്നിൽ വലിയ നേതാക്കളാണെന്ന് പറഞ്ഞത് തനുവിനത്ര പിടിച്ചില്ല. ഒരു വഴക്ക് വേണ്ടെന്ന് കരുതിയാകും അവളൊന്നും പറഞ്ഞില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവളെ ഒന്ന് തണുപ്പിക്കാൻ പുതുതായി വന്നവരെ കാണാനായി ഞാൻ 1-ാം നിലയിലേക്ക് പോയി. കവി തിരികെ എത്തിയിട്ടുണ്ട്. കന്യാസ്ത്രീ വലിയ ധൈര്യമൊക്കെ കാട്ടിയെങ്കിലും സംസാരിച്ചു തുടങ്ങിയപ്പോൾ പൊട്ടിക്കരഞ്ഞു. എൻ്റെ മാനം പോയില്ലേ? ഇനിയൊരു തിരിച്ചുവരവില്ല. എനിക്കറിയാം, സഭയ്ക്കെന്നെ വിശ്വാസമാണ്. പക്ഷേ അവർക്കും ഇവരെ പേടിയാണ്. അത് ഇംഗ്ലീഷ് വാരികകളിൽ ഞാൻ എഴുതാറുള്ള റാഷണലായിട്ടുള്ള ചിന്തകളോടുള്ള അസഹിഷ്ണുതയാണ്. സിസ്റ്റർ പറഞ്ഞതോടെ പയ്യനും ഏങ്ങി കരയാൻ തുടങ്ങി. കെട്ട മനുഷ്യർ എല്ലാ കൂട്ടത്തിലും ഉണ്ടാകും, എനിക്കറിയാം. 1-2 ചെറുപ്പക്കാർ രാജ്യദ്രോഹികളുടെ പ്രലോഭനങ്ങളിൽ വീണ് ചാവേറുകളാകുന്നുണ്ട്. രാജ്യദ്രോഹികളെ കഠിനമായി ശിക്ഷിക്കണം. അല്ലാതെ ഒരു കൂട്ടരെയെല്ലാം ശിക്ഷിക്കുക എന്നാൽ തെറ്റല്ലേ? പ്രാർത്ഥനാലയം പൊളിച്ച് ലക്ഷ്മണക്ഷേത്രം പണിയുന്നതിന് മുന്നിൽ തീവ്രവാദികളിൽ ആരോ ചാവേറായി പൊട്ടിത്തെറിച്ചു. 6 പേർ മരിച്ച കേസിൽ ഞാനാണ് സൂത്രധാരനെന്ന്. ദേശഭക്തി ഗാനം സ്കൂളുകളിൽ ഞാനാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. 6 കൊല്ലം. ഞാനിപ്പോൾ തീവ്രവാദിയാണെന്ന്. എൻ്റെ പേര് പ്രവാചകൻ്റേതാണല്ലോ. അവൻ്റെ കരച്ചിൽ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഇളയവൻ്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഏറെ സംസാരിക്കാതെ താഴേക്ക് ഇറങ്ങിപ്പോന്നു. വല്ലാണ്ട് ടെൻഷൻ കയറിയപ്പോൾ മോനെ വിളിച്ചു. അപ്പോഴേക്ക് തനു വിളിച്ചു പറഞ്ഞു, പിള്ളേരോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട. നിയമസഭാ മാർച്ച് കല്ലേറിലും ലാത്തിച്ചാർജിലുമാണ് അവസാനിച്ചത്. പ്രകടനവും പൊതുയോഗവും കഴിഞ്ഞുപോയ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൊടികളും കുറുവടികളുമായി വന്നു. അവർ മുറ്റവും റോഡുമെല്ലാം തോരണങ്ങൾ കെട്ടി, കൊടികൾ നാട്ടി. വീടും പരിസരവും പാർട്ടി ഓഫീസ് പോലെയായി. എല്ലാം കഴിഞ്ഞപ്പോൾ തലേന്ന് വന്ന അതേ ചെറുപ്പക്കാർ വീണ്ടും അകത്തേക്ക് കയറി വന്നു. നിങ്ങൾ പറഞ്ഞില്ലേ കവി ദേശഭൗമിക്ക് ഇന്നലെ ഇവിടെ വന്നില്ലെന്ന്? എന്നിട്ട് ഇന്ന് രാവിലെ അയാൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടല്ലോ. കണ്ടവരുണ്ട്. അതുമാത്രമല്ല, പൊതുസമ്മേളനം നടക്കുന്ന ഗോലീലാൽ മൈതാനത്ത് അയാളുടെ കവിത ഗാന്ധി എഴുതിയ ബാനർ വലിച്ചു കെട്ടിയിരിക്കുന്നു. അയാളും കൂട്ടുകാരുമാണ്. ഉവ്വോ, ഞാനറിഞ്ഞില്ല. നിങ്ങൾ എല്ലായിടത്തും കയറി നോക്കിയതല്ലേ? ആവുന്നത്ര നിഷ്കളങ്കനായി ഞാൻ ചോദിച്ചു. ഇവിടെ ഒരു നിലവറയില്ലേ? നിങ്ങളവരെ അതിലൊളിപ്പിച്ചതല്ലേ? എൻ്റെ സപ്തനാഡികളും തളർന്നു. എങ്കിലും കൂടുതൽ പാവത്തന്നെ അഭിനയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓ, നിലവറയൊക്കെ എന്നേ ഞങ്ങൾ ഉപേക്ഷിച്ചതാണ്. കുറഞ്ഞതൊരു 30 കൊല്ലമായി കാണും. അതാണ് ഓർക്കാത്തത്. പിന്നെ അവർ ഒന്നും പറഞ്ഞില്ല, ഇറങ്ങിപ്പോയി. ഞാൻ കതകടച്ചു കുറ്റിയിട്ടു. കുറെ കഴിഞ്ഞ് ജനാല ലേശം തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എല്ലാവരും പോയെന്ന് തോന്നുന്നു. നേരിയ നിലാവുണ്ട്. ചോദിക്കാതെ മതിലുകളിലും മുറ്റത്തും വലിച്ചു കെട്ടിയ തോരണങ്ങളും കുത്തിനാട്ടിയ ഈറകളിൽ കെട്ടിയ തളർന്നു കിടക്കുന്ന പാർട്ടി കൊടികളും എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. ഞാനറിയാതെ എൻ്റെ സ്വാതന്ത്ര്യത്തെയും സ്നേഹബന്ധങ്ങളെയും കവർന്നെടുത്ത കൊടി. എൻ്റെ ചിന്തകളെയും വിശ്വാസങ്ങളെയും ലോകത്തിനെയും വളരെ ചെറുതാക്കിയ കൊടി. മൂവർണ്ണക്കൊടി ഉയർത്തി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ജയിലിൽ വീരചരമം പ്രാപിച്ച മുത്തച്ഛനെ ഞാൻ ഓർത്തു. കുട്ടിക്കാലങ്ങളിൽ പാറിപ്പറക്കുന്ന ചെങ്കൊടികൾ വീശി ആകാശത്തേക്ക് മുഷ്ടികൾ ചുരുട്ടിയെറിഞ്ഞ് ദിഗന്ധങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചു നടന്ന അച്ഛനെ ഞാൻ ഓർത്തു. കുടുംബത്തെയും 3 മക്കളെയും അവരുടെ നിത്യപട്ടിണിയെയും മറന്ന് നാട് നന്നാക്കാൻ ഇറങ്ങിയൊരു സഖാവ്. അവസാനം 10 അടി ഉയരത്തിൽ പിരമിഡ് രൂപമുള്ളൊരു ചുവന്ന സ്തൂപത്തിൽ പേരു മാത്രമായി മുനിഞ്ഞു കത്തുന്ന രക്തസാക്ഷി. മരിച്ചിട്ടും വല്ലാതെ വെറുത്തുപോയി. തനു ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത്താഴം കഴിഞ്ഞു. അവൾ കൂടെ വന്ന് കിടന്നു. ആരുടെയൊക്കെയോ ആർത്തനാദങ്ങളുടെ നേരിയ അലകൾ കേൾക്കാം. ദൂരെ തെരുവുകളിൽ എവിടെയോ മനുഷ്യർ അലറി കരയുകയാണ്. തൻ്റേതല്ലാത്ത ആചാരങ്ങളും വിശ്വാസങ്ങളും പിന്തുടരുന്ന മനുഷ്യരുടെ വിലാപങ്ങൾ, ആട്ടിപ്പായിക്കുന്നവരുടെ ആഹ്ലാദാരവങ്ങൾ. തനു എൻ്റെ നെഞ്ചിൽ മുഖമർത്തി തേങ്ങിക്കരഞ്ഞു. ഒന്നും മിണ്ടിയില്ല. ചെയ്ത മണ്ടത്തരങ്ങളെ ഓർത്ത് അവൾക്ക് വിഷമം തോന്നുന്നുണ്ടാകും. ഇത്തിരി വിഷമിക്കട്ടെ, നല്ലതാണ്. ഇനിയെങ്കിലും ഇത്തരം മണ്ടത്തരങ്ങൾ കാട്ടില്ലല്ലോ. അല്പം കഴിഞ്ഞപ്പോൾ
അവളെ ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് കരുതി പറഞ്ഞു. പോട്ടെ തനു, സാരമില്ല. ഏട്ടൻ കേൾക്കുന്നില്ലേ? ദൂരെ ആളുകളുടെ ദയനീയ വിലാപങ്ങൾ. കൊച്ചു കുഞ്ഞുങ്ങൾ വരെയുണ്ട്. ഗർഭിണികളെ കൂടെ വെറുതെ വിടുന്നില്ല. ഒരിക്കൽ ഭ്രൂണം ശൂലത്തിൽ കുത്തിയുയർത്തിയവർക്ക് എന്തു മനുഷ്യത്വം! ഈ മനുഷ്യർക്കെല്ലാം എന്തിൻ്റെ ഭ്രാന്താണ്? എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ അവളെ അത്ഭുതത്തോടെ നോക്കി. അപ്പോൾ ഇതിനാണോ ഇവൾ കരഞ്ഞത്? എനിക്കവളെ മനസ്സിലായതേയില്ല. പുറത്താരൊക്കെയോ സംസാരിക്കുന്നതും നടക്കുന്നതും മനസ്സിലായി. ആരാകും? ശത്രുക്കളോ മിത്രങ്ങളോ? അതോ കള്ളന്മാരോ? ലൈറ്റിടാതെ മുറ്റത്തേക്കുള്ള ജനാലയുടെ ഒരു പാളി അല്പം തുറന്നു നോക്കി. ചെടികളുടെ മറവുകളിൽ നിഴലനക്കങ്ങൾ. ആരൊക്കെയോ പുറത്തുണ്ട്. എൻ്റെ കാലുകളിൽ നിന്നും ഒരു തരിപ്പ് മുകളിലേക്ക് കയറി. ഉറക്കം പോയി. തനു ഉറങ്ങുകയാണ്. പതിയിരുന്ന് ആക്രമിക്കാനൊരുങ്ങുന്ന ശത്രു പുറത്തുണ്ട്. തനുവിനും 4 ജീവനുകൾക്കും ഞാനേ ഉള്ളു കാവൽ. ആ ഓർമ്മ എൻ്റെ സിരകളിൽ ആവേശമായി. കണ്ണിമയ്ക്കാതെ കാവലിരുന്നു. തലയിണ കട്ടിൽ തലപ്പടിയിലേക്ക് ചാരി വെച്ച് കിടന്നു. ഇന്നിനി ഉറങ്ങണ്ട. രാവിലെ എല്ലാവരെയും പറഞ്ഞു വിടണം. തരുൺ ഘോഷിനെ പോയി കണ്ട് കൂറും വിധേയത്വവും ഉറപ്പിച്ചു പറയണം. ഇങ്ങനെ ഭയന്ന് ജീവിക്കാനാവില്ല. അതിശക്തമായി വീശിയടിക്കുന്ന കാറ്റിൽ ജനൽപ്പാളികൾ ശക്തിയായി തുറന്നടഞ്ഞു. പുറത്തു വലിയൊരു ആരവം കേൾക്കാം. നെഞ്ചിടിപ്പോടെ നോക്കുമ്പോൾ മുറ്റത്തെല്ലാം നിറഞ്ഞ് കുറുവടി പാർട്ടിയുടെ കൊടികൾ. ചക്രവർത്തിയെ നയിച്ചുകൊണ്ട് തരുൺ ഘോഷും കൂട്ടരും എൻ്റെ വീട്ടിലേക്ക് കടന്നു കയറുകയാണ്. അയാളുടെ പട്ടാളക്കാർ വീടിന് മുൻപിലെയും പൂന്തോട്ടം നശിപ്പിക്കുന്നു. തറവാട് തകർത്ത് തരിപ്പണമാക്കുന്നു. ഒളിപ്പിച്ചു വെച്ചവരെയെല്ലാം പിടികൂടി ക്രൂരമായി മർദ്ദിക്കുകയാണ്. എൻ്റെ ബന്ധുക്കളെയും കുടുംബത്തെയും മുഴുവൻ പിടിച്ചു കെട്ടിക്കഴിഞ്ഞു. കുഞ്ഞുങ്ങളെയും ഭാര്യയെയും കൈകാലുകൾ തുടലുകൾ കൊണ്ട് ബന്ധിച്ച് തലകീഴായി തൂക്കിയിട്ടിരിക്കുന്നു. എൻ്റെ മുൻപിൽ അവരുടെ കഴുത്തറുക്കാനാണ്. എല്ലാം തകർന്ന് ചോരയിൽ കുളിച്ച് ഞാൻ നിൽക്കുന്നു. അട്ടഹസിച്ച് നിൽക്കുന്ന ചക്രവർത്തിയെ ദ്വന്ദ്വയുദ്ധത്തിന് ഞാൻ വെല്ലുവിളിക്കുന്നു. യുദ്ധം മുറുകുന്നു. അയാൾ എന്നെ ഇടിച്ചു സൂപ്പാക്കുന്നു, തല്ലി തകർക്കുന്നു, മലർത്തി അടിക്കുന്നു. തോറ്റ് താഴെ വീണ് ഞാൻ കാണുന്നത് ദേശീയ പതാകയുമായി ദൂരെ നിന്ന് ഓടിവരുന്ന മുത്തച്ഛനെയാണ്. പിന്നെ തൊട്ടു മുന്നിൽ 10 അടി ഉയരത്തിൽ പിരമിഡ് രൂപമുള്ളൊരു ചുവന്ന സ്തൂപത്തിൽ എഴുതി വെച്ചൊരു പേരും ഫോട്ടോയും. സ്തൂപം വിളർന്ന് മുറ്റത്ത് നാട്ടിയിരുന്ന കൊടികളെയെല്ലാം തട്ടിത്തെറിപ്പിച്ചു. പാറി പറക്കുന്ന ചെങ്കൊടി വീശി ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടിയെറിഞ്ഞു. ദിഗന്ധങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ ഈങ്കുലാബ് സിന്ദാബാദ് വിളിച്ചു. അച്ഛൻ്റെ ഗർജനം. മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും മുദ്രാവാക്യം വിളികൾ നാടിളക്കി ആർത്തിരമ്പി വന്ന 10,000-കണക്കിന് ജനങ്ങളത് ഏറ്റെടുത്തു. ദേശീയ പതാക ഉയർന്നു പാറിപ്പറക്കുന്നു. മതഭ്രാന്തന്മാർ, ജാതിവെറിയന്മാർ ചത്തുതുലയട്ടെ, മനുഷ്യൻ ജയിക്കട്ടെ, ഈങ്കുലാബ് സിന്ദാബാദ്. എൻ്റെ സിരകളിൽ ചോര തിളച്ചു. പിടഞ്ഞെഴുന്നേറ്റ ഞാൻ അറിയാതെ പിടിക്കുന്നത് നിലവറവാതിലിൻ്റെ കൊളുത്തിൽ. അത് തുറക്കുന്നു. അതാണ് നിലവറ. അവിടെയാണ് അവനവർക്ക് രക്ഷ കൊടുത്തത്. പിടിക്കവനെ, കൊല്ലവനെ. തരുൺ ഘോഷ് അലറി. ചക്രവർത്തി ആക്രോശിച്ചുകൊണ്ട് എൻ്റെ നേരെ ചാടി. വീണത് നിലവറയിൽ. അനുയായികളും കൂടെ ചാടി. വേഗം വാതിലടച്ചു കൊളുത്തിട്ടു. പഴയ മാറ്റ് മുകളിലിട്ടു. പുറത്ത് ആളുകളെ കൊള്ളയടിച്ചു നടന്ന പട്ടാളക്കാർ ചക്രവർത്തിയെ തേടി നടക്കവേ തറയിൽ കിടന്ന വീക്ക് ചെണ്ടയുമെടുത്ത് ഞാൻ പടിഞ്ഞാറേ പുരയിടത്തിലേക്ക് ഓടി. മണ്ണിൽ മുട്ടലുകൾ ഉയർന്നപ്പോൾ തറയിൽ കുന്തിച്ചിരുന്നു. വീക്ക് ചെണ്ടയിൽ താളം കൊട്ടിക്കയറി. അപ്പോൾ കിഴക്ക് ചുവപ്പ് രാശി വീണ വെളിച്ചം തെളിഞ്ഞു തുടങ്ങി.